മാഡം വിളിക്കാൻ പോവാണോ? വിളിക്കും മാഡം. രവി സാറിനെ തന്നെ വിളിക്കണേ. എന്നിട്ട് ആ ഫോൺ ഇങ്ങ് തരണം. എനിക്കും ചില കാര്യങ്ങൾ രവി സാറിനെ ബോധിപ്പിക്കാനുണ്ട്. അതുകൂടിയാവുമ്പോ നമുക്ക് രണ്ടാൾക്ക് ഒന്നിച്ചിറങ്ങാം. മാഡം പോകുന്ന വഴിക്ക് എന്നെ ആ നീരേറ്റ് കോളനിയിൽ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ മതി. എന്നെ താനെന്താ ഭീഷണിപ്പെടുത്തുവാണോ? അയ്യോ മാഡം, മാഡത്തിനെ ഭീഷണിപ്പെടുത്തിയ സമയങ്ങളെയൊന്നും ഞാനില്ല. സംഭവിച്ച കാര്യങ്ങളെല്ലാം ഞാൻ രവി സാറിനോട് പറഞ്ഞേക്കാം. മാഡം വിളിക്കുന്നില്ലെങ്കിൽ ഞാൻ വിളിക്കാം രവി സാറിനെ. താൻ എന്തു പറയുന്ന? പറയാനാണോ മാഡം കാര്യങ്ങളില്ലാത്തത്? തെളിവുകൾ സഹിതം മാഡം എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണല്ലോ. ആദ്യം ഞാൻ മാഡം അയച്ചു തന്ന ഫോട്ടോ രവി സാറിന് അയച്ചു കൊടുക്കും. എന്നിട്ട് ഈ ഫോട്ടോ ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ കാണിക്കാൻ മാഡം എന്നെ നിർബന്ധിക്കുന്നു എന്ന് പറയും. മാഡം ഈ ഫോട്ടോ എനിക്ക് അയച്ചതിന്റെ സ്ക്രീൻഷോട്ടും ഞാൻ രവി സാറിന് അയച്ചു കൊടുക്കും. അതിനുശേഷം ശ്രീലക്ഷ്മിക്ക് മാനസിക രോഗമാണെന്ന് വരുത്തി തീർക്കാൻ മാഡം കാണിച്ച ചില തരികിട നമ്പറുകളും ഞാൻ രവി സാറിനെ അറിയിക്കും. ഇനി ശ്രീലക്ഷ്മിയെ മാനസിക രോഗിയാക്കാൻ മാഡം ഒന്നും ചെയ്തിട്ടില്ല എങ്കിലും രവി സാറിനെ ഞാൻ പറഞ്ഞ് വിശ്വസിപ്പിക്കും. അങ്ങനെ ഉള്ളതും ഇല്ലാത്തതുമായ കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങ് പറയും. അതോടെ മാഡം ഇറങ്ങേണ്ടി വരും. ഇവിടുന്ന് മാത്രമല്ല, വർമ്മൻ വില്ല എന്ന ആ വീട്ടിൽ നിന്ന് വരെ. പിന്നെ താൻ പറയുന്നതൊക്കെ ബ്രദറിനോ വിശ്വസിക്കാൻ പോവല്ലേ? തന്റെ ചരിത്രം എന്താണെന്നൊക്കെ ബ്രദറിനോയ്ക്ക് നന്നായിട്ട് അറിയാം. വെറുതെ ബ്രദറിനോയുടെ കയ്യിൽ നിന്ന് മേടിച്ചു കൂട്ടണ്ട. ഒരിക്കലും ഇല്ല മാഡം. ഇനിയുമുണ്ട് ത്രിവിക്രമന്റെ കയ്യിൽ തെളിവുകൾ. നല്ല ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ തെളിവുകൾ. കണ്ണിന് കാഴ്ചയില്ലെന്ന് കരുതി എന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് മാഡം കരുതരുത്. ടെക്നോളജിയൊക്കെ ഒരുപാട് വളർന്നില്ലേ മാഡം? ഇപ്പൊ സൗണ്ട് എന്ന് ഫോണിൽ നോക്കി പറഞ്ഞാ മതി, അപ്പ വരും കേട്ടാൽ ഞെട്ടുന്ന സൗണ്ട്. മാഡത്തിന് സംശയമുണ്ടോ? ദേ കേട്ടോ സൗണ്ട്. ഇനി ഇതൊന്ന് മാഡം കേട്ടു നോക്കിയേ. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ പാട്ടുപോലെ കേട്ട് ആസ്വദിക്കാം. ഞാൻ പുലിയാണോ എലിയാണോ എന്നൊക്കെ അറിയിക്കാനാ തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന. പിന്നെ ആ ഫോട്ടോ കൃത്യമായിട്ട് എല്ലാവരെയും കാണിക്കണം. താൻ തപ്പിത്തടഞ്ഞ ഫോട്ടോ മാറിയൊന്നും കാണിച്ചേക്കരുത്. ഹലോ ഹലോ സുദർശൻ ചേട്ടാ, ഞാൻ സന്ധ്യയാണ്. മനസ്സിലായി. എന്താ സിസ്റ്ററെ? ശരി മോളെ, ഞാൻ വിളിക്കാം. സരോജം, നീ ഒരു ഓട്ടോ എടുത്ത് കടയിൽ പോയി സാധനങ്ങളും എടുത്ത് ആശുപത്രിയിലേക്ക് വന്നാ മതി. ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. എവിടെയാ ശ്രീടച്ച? അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം. വേഗം വരാം. ആശുപത്രിയിൽ ചായ കൊടുക്കേണ്ട സമയമായി. നീ വേഗം അങ്ങോട്ട് പോകാൻ നോക്ക്. ഞാനവിടെ എത്തിക്കോളാം. Srilakshmi, close your eyes. Relax. Close your eyes. ശ്രീലക്ഷ്മി ഇപ്പോ മറ്റൊന്നിനെ കുറിച്ചും ആലോചിക്കണ്ട. മനസ്സ് ശാന്തമാക്കിക്കൊള്ളൂ. ഞാൻ പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് റിലാക്സ്. റിലാക്സ്. ശ്രീലക്ഷ്മിയുടെ മനസ്സ് ഇപ്പോ ശാന്തമാണ്. തിരകളും മലകളും ഒഴിഞ്ഞ ശാന്തമായ കടൽ പോലെ. റിലാക്സ്. ഞാൻ ശ്രീലക്ഷ്മി മാഡത്തെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ മനസ്സിലായത് മാഡത്തിന്റെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലാണ്.
താൻ മറ്റൊരാളാണെന്ന് മനസ്സിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. സാറിന്റെ മുൻ ഭാര്യ രാജനന്ദിനി താനാണ്. സാറിന് ഇത് വലിയൊരു ഷോക്കായിരിക്കുമെന്ന് എനിക്കറിയാം. ബട്ട് ആസ് എ ഡോക്ടർ ഞാനിത് ഒളിച്ചു വയ്ക്കുന്നത് ശരിയല്ല. ശരിയായ ട്രീറ്റ്മെന്റിൽ കൂടി ശ്രീലക്ഷ്മിയെ നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ ട്രീറ്റ്മെന്റിനും അപ്പുറം സാറിന്റെ വൈഫിന്റെ കാര്യത്തിൽ പ്രധാനമായും സാറിന്റെ ഹെൽപ്പാണ് വേണ്ടത്. ശ്രീലക്ഷ്മി സാറിനെ ഒരുപാട് സ്നേഹിക്കുന്നു. ആ സ്നേഹം തിരിച്ചും അവൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ കുറവ് വരാതിരിക്കാനാവണം രാജനന്ദിനി എന്ന ആദ്യ ഭാര്യയായി മാറാനുള്ള ശ്രമം ശ്രീലക്ഷ്മി നടത്തിയത്. സാർ അറിയാതെ എപ്പോഴോ പറഞ്ഞു കാണണം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞു കാണും സാറിന് ആദ്യ ഭാര്യയെ ഭയങ്കര ഇഷ്ടമായിരുന്നെന്ന്. ആ ഒരു ആലോചനയിൽ നിന്നാണ് ശ്രീലക്ഷ്മി രാജനന്ദിനിയായി മാറാൻ ശ്രമിച്ചത്. ഡോക്ടർ, ശ്രീലക്ഷ്മിയെ വേറെ ഹോസ്പിറ്റൽ, മറ്റു രാജ്യങ്ങളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയാൽ കുറച്ചുകൂടി ബെറ്റർ ആവുമെന്നുള്ളൊരു ചിന്ത ഡോക്ടർക്കുണ്ടോ? ഒരിക്കലുമില്ല. ഞാനങ്ങനെ പറയാൻ കാരണം അത്രയ്ക്ക് സങ്കീർണമാണ് ഒരു മനുഷ്യ മനസ്സ്. എത്ര പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ സമ്പന്നനുമായ ഡോക്ടറായാൽ പോലും ഒരു വ്യക്തിയുടെ താളം തെറ്റിയ മനസ്സ് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ്. സാർ കേട്ടിട്ടില്ലേ, മൈൻഡ് ഈസ് വൈൽഡ്. ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങളും ഓരോ രീതിയിലാണ് ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും. ശ്രീലക്ഷ്മിയുടെ ചിന്തകൾ എന്നെയും സാറിനെയും പോലെ, അല്ലെങ്കിൽ സാധാരണ ആൾക്കാരെ പോലെയാണെന്നും അസാധാരണമായി ഒന്നുമില്ല എന്നുമാണ് പറയേണ്ടത്. ഞാൻ മയക്കത്തില് എന്താ ഡോക്ടർ പറഞ്ഞത്? വേറൊന്നും പറഞ്ഞില്ല. ആദ്യം എന്നെ കാണാൻ വന്നപ്പോ, അല്ലെങ്കിൽ ഉണർന്നിരുന്നപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ ശ്രീലക്ഷ്മി മയക്കത്തിലും പറഞ്ഞത്. പിന്നെ കൗൺസിലിംഗ് പ്രോസസ് എന്തായാലും നിർത്തണ്ട. 1-2 തവണ കൂടി വരേണ്ടി വരും. അസുഖമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ ഡോക്ടർ വരുന്നത്? 1-2 ടെസ്റ്റുകൾ കൂടി ചെയ്ത് നോക്കണം. മൈൻഡ് ഫുൾ ഫ്രീ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ടേ ശ്രീലക്ഷ്മി മേഡത്തെ ഞാൻ ഫ്രീ ആക്കൂ. ചില സമയത്ത് കൂടുതൽ എന്തെങ്കിലും ചോദിക്കുമ്പോ മാഡം വല്ലാതെ ഡിസ്റ്റർബ് ആകുന്നുണ്ട്. അതൊരു പ്രശ്നമല്ലെന്ന് വേണേൽ പറയാം. മനുഷ്യരെല്ലാവരും അങ്ങനെയല്ലേ. എന്നാലും 1-2 സിറ്റിംഗ്സ് കൂടി നല്ലതാണ്. അപ്പോ എനിക്ക് പൂർണ്ണമായ അസുഖമില്ലെന്ന് ഡോക്ടർക്ക് ഒരു ഉറപ്പില്ലല്ലേ? നോ 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 നോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ചെറിയ ചില പ്രശ്നങ്ങൾ, അത് കാര്യമാക്കേണ്ട വിഷയമല്ല. എന്നിരുന്നാലും ആ പ്രശ്നം കൂടി മാറിയാൽ മാഡത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതോടെ രവി സാറിനും നല്ല മനസമാധാനം കിട്ടും. മനസ്സിന്റെ കാര്യമല്ലേ മാഡം, എപ്പോ എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ഈ മനസ്സ് എങ്ങോട്ടാ സഞ്ചരിക്കുന്നതെന്നും എന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും ഈ ലോകത്ത് ആരെക്കാളും നന്നായി എനിക്കറിയാം. ഞാൻ നോർമലാണെന്ന് ഡോക്ടർ പറയുന്ന വെറുതെ. ഈ പ്രശ്നങ്ങളൊക്കെ മാറാനുള്ള പ്രതിവിധി എന്റെ അന്വേഷണം ലക്ഷ്യത്തിലെത്തുക മാത്രമാണ്. അതുവരെയുള്ളൂ എല്ലാവരുടെയും സംശയങ്ങളും ചോദ്യങ്ങളും. തന്റെ മനസ്സിനുള്ളിൽ എവിടെയോ രാജനന്ദിനിയെ പോലെ ആകണമെന്ന് തന്റെ ആഗ്രഹം ഉറച്ചുപോയി. ആ ആഗ്രഹമാണ് താൻ മറക്കേണ്ടത്.
ആ പ്രണയത്തിന്റെ തീവ്രത സാറിന്റെ മനസ്സിലേക്ക് കുളിർമയായി നൽകാനാവാതെ നീറുകയാണ് ഞാൻ. താനിങ്ങനെ മൗനമായിട്ടിരുന്നിട്ട് കാര്യമില്ല ശ്രീലക്ഷ്മി. താൻ സംസാരിക്കേ, ശ്രീലക്ഷ്മിയായിട്ട് സംസാരിക്കേ, പഴയതുപോലെ. അതാണ് ശ്രീലക്ഷ്മി ഞാനും ആഗ്രഹിക്കുന്നത്. അതാണ് തന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താ ശ്രീലക്ഷ്മി താന്ന് പറയാത്ത? എനിക്ക് കുറച്ച് സമയം വേണം സർ. എന്നിലുണ്ടായിരുന്ന സാറ് പറയുന്ന മാറ്റങ്ങൾ കഴിയുന്നത്ര വേഗം ഞാൻ മാറ്റിയെടുക്കാൻ ശ്രമിക്കാം. സാർ ആഗ്രഹിക്കുന്ന മാറ്റം എന്നിലുണ്ടാവുന്നത് വരെ സാറിന് എന്നോട് വിരോധമൊന്നും തോന്നരുത്. സാറിനെ വെറുക്കരുത്. എന്താ ശ്രീലക്ഷ്മി താൻ എന്നെ കുറിച്ച് അങ്ങനെയാണോ വിചാരിക്കുന്നത്? എപ്പോഴും ഞാൻ ശ്രീലക്ഷ്മിയുടെ ഒപ്പം ഉണ്ടാവും. തന്റെ എല്ലാ മാനസിക സംഘർഷങ്ങളും മാറുന്നതുവരെ തുണയായിട്ട് ഞാൻ തന്നോടൊപ്പം ഉണ്ടാവും. തന്നെ വെറുക്കാനോ തന്നോടുള്ള സ്നേഹത്തിന്റെ ഒരു അംശം കുറയാനോ എനിക്ക് കഴിയില്ല ശ്രീലക്ഷ്മി. ഇതറിയുക, താൻ പറഞ്ഞതുപോലെ 25 ലക്ഷം രൂപയുണ്ട്. താങ്ക് യു രഘു. നിക്ക്. കാശ് തരുന്നതിന് മുന്നേ ഒരു കാര്യം എനിക്കറിയണം. അല്ല, തനിക്ക് എന്തിനാ ഇപ്പോ ഇത്രയും കാശിന്റെ ആവശ്യം? രഘു, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യാനാണെങ്കിൽ ഈ കാശ് രഘു എനിക്ക് തരണമെന്നില്ല. അയ്യോ രേഖ, താൻ പിണങ്ങാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത്രയും കാശ് അത്യാവശ്യമായി ഇപ്പൊ തന്നെ വേണോന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചേ ഉള്ളൂ. എന്റെ രഘു, എനിക്ക് എന്റേതായ ആവശ്യങ്ങളില്ലേ? അന്ന് ശ്രീലക്ഷ്മിയുടെ അച്ഛൻ കൊണ്ടുവച്ചിരുന്ന 15 ലക്ഷം രൂപ താൻ എടുത്ത് ചെലവാക്കി. ഇന്നിപ്പോ 25 ലക്ഷം. രഘു ഇങ്ങനെ 25 ലക്ഷം രൂപ തരാൻ 45 ലക്ഷം ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലാത്തോണ്ടാ ഞാൻ രഘുവിനോട് ചോദിക്കുന്നത്. എന്റെ ചെലവുകളും കാര്യങ്ങളും രഘുവിനറിയോ? നല്ല കോസ്റ്റ്യൂംസ്, നല്ല ഓർണമെന്റ്സ്, ഒരു നല്ല നെക്ലസിന് കൊടുക്കണം രൂപ 10 ലക്ഷം. വർമ്മൻ കുടുംബത്തിലെ രഘുവർമ്മന്റെ ഭാര്യ മുത്തുമാല ഇട്ടുകൊണ്ട് നടന്ന അതിന്റെ നാണക്കേട് ആർക്കാ? എനിക്കോ രഘുവിനോ? രഘുവിനും കൂടി വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നേ? മനസ്സിലായി. ഇനി നിന്ന് പരിഭവം പറയണ്ട. ദാ, താൻ കൊണ്ടുപോയി എന്താന്ന് വെച്ചാ മേടിക്കും. താങ്ക് യു രഘു. എന്റെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളൊന്നാ എന്റെ രഘു. 25 ലക്ഷം തീരുന്നത് വരെ ഭാഗ്യം അല്ലേ രഘു കുഞ്ഞെ? ആ, ഇതാര് ബാലമ്മയോ? ഇന്നെന്താ പതിവില്ലാതെ ഓഫീസിൽ? ഓഫീസ് ഇങ്ങോട്ട് മാറ്റിയ ശേഷം ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയില്ലല്ലോ. ആ, പണ്ട് എപ്പോഴോ വന്നിട്ടുള്ളതാ. ഇന്ന് ഞാൻ കരുതി ഒന്ന് ഇതുവരെ വരാമെന്ന്. അപ്പോ രവിക്കുഞ്ഞിനും ശ്രീലക്ഷ്മി കുഞ്ഞിനുമുള്ള ഭക്ഷണം കൂടി കൊണ്ടുവന്നു. നിങ്ങൾ രണ്ടാളും ഇവിടെ ക്യാൻറ്റീനിൽ നിന്നല്ലേ കഴിക്കാറ്? എന്തായാലും ബാലമ്മ ഓഫീസ് കാണാൻ വന്നതല്ലേ. വാ, ഞാൻ ഇവിടെ മുഴുവൻ ഭക്ഷണം കഴിക്കും. വേണ്ട സർ, എനിക്ക് വിശപ്പില്ല. സാറ് കഴിക്കേ. അത് പറഞ്ഞാൽ പറ്റില്ല. ഇറ്റ്സ് ഓൾറെഡി ലേറ്റ്. എനിക്ക് വേണ്ട സർ, വേണ്ടാത്തോണ്ടാ. അങ്ങനെ വാശി പിടിച്ച എങ്ങനെ ശ്രീലക്ഷ്മി? താൻ കഴിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ കഴിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അങ്ങനെയല്ല സർ നടക്കുന്നത്. ശ്രീലക്ഷ്മി, അത് സർ ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ തനിക്ക് വേണമെങ്കിൽ എനിക്കും വേണ്ട. എന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും വിഷമങ്ങൾക്കും കാരണം ഞാൻ തന്നെയാണ് സർ. അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം.
സാറിനും. ഞാൻ എന്റെ പ്രവൃത്തികൾ നിയന്ത്രിച്ചില്ല, അല്ലെങ്കിൽ എനിക്കതിന് കഴിഞ്ഞില്ല. പരസ്പര ബന്ധമില്ലാതെ ഓരോന്ന് ചെയ്തത് ഞാന്. അതൊരിക്കലും സാർ ഏറ്റെടുക്കേണ്ട തെറ്റല്ല. എന്റെ അവസ്ഥ ഇവിടെ ഓഫീസിലും ങ്ങളിലൂടെ വേണം താൻ ഉത്തരം കൊടുക്കാൻ. ആരൊക്കെ അവഗണിച്ചാലും തള്ളിപ്പറഞ്ഞാലും തന്നെ വിട്ട് ഞാൻ പോകാത്തിടത്തോളം താൻ ഒറ്റക്കല്ല. തനിക്ക് ഞാനുണ്ട്. ഞാനുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും തന്നോടൊപ്പമുണ്ട്. എത്ര ദിവസമായി നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ട്? താൻ കഴിക്ക. ഭക്ഷണത്തിന് മുന്നിലിരുന്ന് കണ്ണ് നനയ്ക്കാതെ ശ്രീലക്ഷ്മി. തന്റെ ദേഷ്യവും മനപ്രയാസവും വാശിയും ഭക്ഷണത്തോടും ഈ എന്നോട് കാണിക്കരുത്. വേണ്ട സർ. സാറ് കഴിക്കേ. താൻ കഴിക്കണോ? എനിക്ക് എപ്പോ വേണേലും കഴിക്കാമല്ലോ സർ. എന്റെ കൈകൊണ്ട് സാറിന് ഒരു പിടി ആഹാരം വാരിത്തരാൻ എനിക്കിനി കഴിഞ്ഞില്ലെങ്കിലോ? ഇതെന്റെ വലിയ ആഗ്രഹം. ചിലപ്പോ ഞാനീ തരുന്നത് അവസാനത്തെ ഒരു കൈ ആഹാരമാണെങ്കിലോ? എന്ത് ശ്രീലക്ഷ്മി താനീ പറയുന്ന? അതെ സർ. എനിക്ക് ട്രീറ്റ്മെന്റ് നടക്കല്ലേ. ട്രീറ്റ്മെന്റ് അവസാനം ഡോക്ടർ എനിക്ക് മാനസിക രോഗമാണെന്ന് ഉറപ്പിച്ച പിന്നെ വീട്ടിലെ ഒരിരുട്ട് മുറിയിലോ മെന്റൽ ഹോസ്പിറ്റലിലോ ആയിരിക്കില്ല സർ. ഭ്രാന്തുള്ള ആളുകളുടെ അടുത്തേക്ക് ആരാ സർ വരാറ്? ആരും വരാൻ പോകുന്നില്ല. 4 ചുമരുകൾക്കുള്ളിൽ ഇരുട്ടിലേക്ക് ഈ ശ്രീലക്ഷ്മിയുടെ ജീവിതം ഒതുങ്ങും. നമസ്കാരം സാർ. നമസ്കാരം ശ്രീലക്ഷ്മി അച്ഛാ. വാ സാറേ, അകത്തേക്ക് ഇരിക്കാം. അയ്യോ വേണ്ട ശ്രീലക്ഷ്മി അച്ഛാ, ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റായി. ഞാൻ ഇറങ്ങാണ്. പോയിട്ട് അല്പം ധൃതിയുണ്ട്. സാറ് ഇത്രയും വരെ വന്നിട്ട് കയറാതെ പോയിന്ന് സരോജ അറിഞ്ഞ അവളിന് വഴക്കുറയും. ഓ, സരോജമ്മയുടെ? അവളകത്തുണ്ട് അടുക്കളയില്. ഓ, നിങ്ങൾ വന്നത് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. എങ്കിൽ സരോജമ്മയോട് ഞാൻ വന്നിരുന്നു എന്ന് പറയണ്ട. എനിക്ക് പോയിട്ട് ധൃതിയുള്ളതുകൊണ്ടാ. എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ. സാർ, ശരി സർ. സാർ, ഒരു നിമിഷം. എനിക്ക് സാറിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്താ ശ്രീലക്ഷ്മി അച്ഛാ? ചോദിച്ചോളൂ. സാർ, അത് നിങ്ങളെ രണ്ടാളെയും ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടെന്ന് എനിക്ക് പരിചയമുള്ള ഒരു നേഴ്സ് വിളിച്ചു പറഞ്ഞു. ഞാൻ പോയി നോക്കിയപ്പോ അവിടെയുള്ളത് നിങ്ങളല്ല. ശരിക്കും നിങ്ങൾ രണ്ടാളും ഹോസ്പിറ്റലിൽ പോയിരുന്നില്ലേ സൈക്കാട്രിസ്റ്റിനെ കാണാൻ? ഈശ്വര, അച്ഛൻ എന്നെ കണ്ടു കാണൂ. ഇല്ലച്ച, ഞങ്ങള് ഹോസ്പിറ്റലിലൊന്നും പോയില്ലല്ലോ. പക്ഷെ ആ നേഴ്സ് ആദ്യം പറഞ്ഞത് കേട്ടപ്പോ
എനിക്ക് ആകെ ഒരു വെപ്രാളായി. അതാ ഞാൻ ഓടിക്കതച്ച് ആശുപത്രിയിലേക്ക് പോയത്. ഏത് നഴ്സാച്ചാ? അച്ഛൻ പറഞ്ഞിട്ടില്ലേ, പരിചയമുള്ള ഒരു നേഴ്സ് ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന്. ആ നേഴ്സാ. നമ്മുടെ കടയിൽ വെച്ച് മോള് ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഞാൻ ആ നേഴ്സിനെ മോളെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ആ കുട്ടിക്ക് ആള് മാറിപ്പോയതാണെന്ന് പറഞ്ഞതില് എന്തോ ഒരു... ആ നഴ്സ് പറഞ്ഞത് സത്യാച്ചാ. മോളെ, ആ കുട്ടി മറ്റാരെയോ കണ്ട് തെറ്റിദ്ധരിച്ചതാ. ഞങ്ങൾ എന്തിനാ അച്ഛാ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകുന്നത്? ഒരു തവണ പോയത് ഒരു ഓഫീസ് സ്റ്റാഫും എന്റെ സുഹൃത്തുമായ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയാ. ആ കുട്ടി ഇപ്പോ ഡോക്ടറെ നേരിട്ട് പോയി കാണുക. ആ അച്ഛൻ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. Nice. Thank you, sir. Thank you so much. This is the most valuable gift in my entire life. എന്നാ പിന്നെ നമുക്ക് ഈ കേക്ക് കിട്ടിയതാലോ. Come on. സാറ് ഇഷ്ടപ്പെട്ട് വാങ്ങിക്കൊണ്ടുവന്ന ഗിഫ്റ്റ് അല്ലേ ഇത്? അപ്പോ സാറ് തന്നെ ഇത് അണിയിച്ചു തരണം. സാർ അതില് വേറൊന്നും കരുതണ്ട. ഞാനും ഒന്നും കരുതിയിട്ടല്ല പറഞ്ഞത്. സർ പ്ലീസ്. സാൻഡ്രയുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം അടുത്ത ജന്മദിനത്തിൽ കൂട്ടിനൊരാളെയും കിട്ടട്ടെ എന്ന്. 1000 അല്ല, 10,000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനും ഭാഗ്യമുണ്ടാകട്ടെ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരില്ലെന്ന് പറഞ്ഞ? അതെ അമ്മേ, ശ്രീലക്ഷ്മി മെന്റലി വളരെ ഡിസ്റ്റർബ്ഡാണ്. ശ്രീലക്ഷ്മിക്കിപ്പോ ഒരു ചേഞ്ച് വളരെ ആവശ്യമാണ്. ചില കാര്യങ്ങളിൽ നിന്നും ശ്രീലക്ഷ്മി ഇപ്പൊ അകറ്റി നിർത്തുന്നത് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അകറ്റി നിർത്തണമെന്നോ? ആരിൽ നിന്ന്? ഇനി അവൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ആരും അവളോട് സംസാരിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കേയില്ല. ഇവിടെയുള്ളവരുടെ ആരുടെയും കാര്യമല്ലമ്മേ ഞാൻ പറഞ്ഞത്. പിന്നെ ആരിൽ നിന്ന് അവളെ അകറ്റി നിർത്തേണ്ടത്? രാജനന്ദിനി എന്ന്. രാജനന്ദിനിയുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്താൽ ശ്രീലക്ഷ്മി അബ്നോർമലാകാൻ സാധ്യതയുണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് ചിലപ്പോ മുമ്പ് നടന്നതുപോലെ ആകണമെന്നില്ല. അതിൽ കൂടുതൽ പ്രവൃത്തികൾ ശ്രീലക്ഷ്മിയിൽ നിന്നുണ്ടാവും. അതുകൊണ്ട് രാജനന്ദിനിക്കായി ഇതുവരെ നമ്മൾ താമസിച്ച എല്ലാ വീടുകളിലും ഒരു പ്രത്യേക റൂം മാറ്റിവെക്കാറുണ്ട്. അതിൽ രാജനന്ദിനിയുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ സൂക്ഷിക്കാറുണ്ട്. അതിനെല്ലാം ഉപരി രാജനന്ദിനിക്ക് ആ മുറിയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാവും. അതിനിപ്പോ എന്താ? നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്ത് മറ്റൊരിടത്തേക്ക് താമസം മാറണം. ദൈവമേ,
ഇവളുടെ വട്ട് കാരണം ലോട്ടറി അടിച്ച ലക്ഷണമാണല്ലോ. ഇതാണ് അവസരം. ഇവർ ഈ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ആയ പിന്നെ ഈ വീട് എനിക്കാ. നല്ലൊരു ഡിസിഷനാ ബ്രദറല്ലോ. നമുക്കിപ്പോ വലുത് ശ്രീലക്ഷ്മിയല്ലേ. ഈ ചുറ്റുപാടുകളൊക്കെ ശ്രീലക്ഷ്മിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ മദറിലോയുടെയും ബ്രദറിലോയുടെയും താമസം മാറുന്നത് തന്നെയാ നല്ലത്. മനസ്സിന് ഒരല്പം വിഷമുണ്ടാക്കുന്ന കാര്യമാണ്. എങ്കിലും സാരമില്ല, ഞാനും രഘു ഇവിടെ ഒറ്റയ്ക്ക് താമസിച്ചോളാം. നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പോയാലും ഇടയ്ക്കൊക്കെ കാണാൻ വരണം കേട്ടോ. മദറിലോ എന്നും എന്നെ വിളിക്കുകയും വേണം. രേഖ, എന്താ ഈ പറയുന്നേ? അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ചേട്ടായി അമ്മയും വിട്ട് ഞാൻ എങ്ങോട്ടുമില്ല. ഇവരെവിടെയാണോ അവിടെ തന്നെ ഞാനും ഉണ്ടാവും. അങ്ങനെയെങ്കിൽ രഘു അവരുടെ കൂടെ താമസം മാറ്റിക്കോ. ഈ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് മതി. എനിക്കതിലൊരു ബുദ്ധിമുട്ടുമില്ല. മോളെ ശ്രീലക്ഷ്മി, എന്താ മോളെ, ഉറങ്ങിയില്ലേ നീ ഇതുവരെ? അത് അച്ഛാ, ഞാൻ ഈ ഫയലുകളൊക്കെ നോക്കുമായിരുന്നു. അതൊക്കെ നാളെ നോക്കാം മോളെ. ഇപ്പം മോള് സമാധാനമായിട്ട് കിടന്നുറങ്ങ്. ഞാൻ മോളുടെ മുറിയിലെ ലൈറ്റ് കണ്ടു നോക്കിയതാ. മോള് കിടന്നുറങ്ങിക്കോ. അച്ഛൻ ലൈറ്റ് ഓഫ് ചെയ്തോളാം. ശരി അച്ഛാ. ശരി ശരി. എനിക്കിനി ഉറങ്ങാനാവില്ല അച്ഛാ. എന്താ ഗായത്രിയമ്മേ? ബാലമ്മ, ശ്രീലക്ഷ്മിയുടെ കാര്യത്തിൽ ഉടൻ ഒരു തീരുമാനം എടുക്കാതിരുന്നാൽ ശരിയാവില്ല. നടക്കാൻ പാടില്ലാത്ത എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്റെ മനസ്സ് പറയുന്നു. നമുക്കതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും ഗായത്രിയമ്മേ? എന്ത് സംഭവിച്ചാലും നമുക്ക് അനുഭവിച്ചല്ലേ പറ്റൂ. അതിനൊരു വഴിയാണ് ഞാനും ആലോചിക്കുന്നത്. ആ വഴികളിൽ അവസാനം ചെന്നെത്തുന്ന ഇടം മുകളിലത്തെ ആ മുറിയാണ്. രാജനന്ദിനിയുടെ മുറി. ഗായത്രിയമ്മ പറഞ്ഞു വരുന്നത്? അതെ, ആ മുറിയിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം. അപ്പോ ആ മുറിയിൽ തന്നെ എല്ലാം അവസാനിക്കണം. അതിനായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഗായത്രിയമ്മേ, ബാലമ്മ എന്നെ തടയണ്ട. ആര് ചോദിച്ചാലും എന്നെ ബാലമ്മ കണ്ടിട്ടില്ല. ഇനി ഞാനും അമ്മയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച ഉണ്ടാവരുത്. എന്നോട് പറയേണ്ടതല്ല ശ്രീലക്ഷ്മിയോട് പറഞ്ഞാൽ മതി. എനിക്ക് പകരക്കാരിയായിട്ടല്ല, ഞാനായിട്ട് തന്നെ അവൾ അത് കേട്ടോളൂ. ഇനി ഒന്നും എനിക്ക് പറയാനും കേൾക്കാനുമില്ല. അമ്മയ്ക്ക് പോകാം.
ശ്രീലക്ഷ്മി മേഡോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നജീബിക്ക. എന്താ മാഡം അത് രാവിലെ തന്നെ? എനിക്ക് ചില ഫയലുകൾ വെരിഫൈ ചെയ്യാനുണ്ടായിരുന്നു. ഏത് ഫയലാന്ന് വെച്ചാ ഞാൻ എടുത്തു തരാം മാഡം. മാഡം ക്യാബിനിലേക്ക് വെക്കോളൂ. വേണ്ട നജീബിക്ക, ഞാൻ നോക്കിയെടുത്തോളാം. ശരി മാഡം. കുടിക്കാൻ ചായയോ കോഫി എന്തെങ്കിലും എടുക്കണോ? വേണ്ട. ഓക്കെ മാഡം, എങ്കിൽ പിന്നെ മാഡത്തിന്റെ ജോലി നടക്കട്ടെ. ശരി. ശരി മാഡം. അല്ല, ഇത്രയും നേരത്തെ ആദ്യമായിട്ടാണല്ലോ ശ്രീലക്ഷ്മി മാഡം ഓഫീസിലേക്ക് വരുന്നത്. എന്ത് ഫയലായിരിക്കും മാഡം വെരിഫൈ ചെയ്യണമെന്ന് പറഞ്ഞു? ആ, എന്തെങ്കിലും ആയിക്കോട്ടെ. ഇവിടെ എവിടെയാണ് ഞാനത് കണ്ടത്? ഇതെന്താ ആ ഫയല് മാത്രം ഇവിടെ കാണാത്തത്? അത്രയും പഴയ ഫയലായതുകൊണ്ട് അതാരും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതില് ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, അതിപ്പോ കാണുന്നില്ലല്ലോ. ആരോ ഇടയ്ക്ക് മാറ്റിയിരിക്കുക. ആരായിരിക്കും ഇങ്ങനെ ചെയ്തത്? വീട്ടിൽ നിന്ന് ഡയറി കാണാതായതിനും ഇപ്പൊ ഈ ഫോട്ടോ കാണാതായതിനും പിന്നിൽ ഒരാളായിരിക്കോ? ആരോ എന്റെ പിന്നിൽ. രാജാറാം സാറിനോട് ആയതുകൊണ്ട് ഞാൻ പറയാം, എന്ത് അസുഖത്തിന്റെ പേരിലായാലും ശ്രീലക്ഷ്മി ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ കുറച്ച് ഓവറാ. അതാണ് ആ വർമ്മൻ മില്ലയിൽ നിന്നും ഇപ്പൊ ഔട്ടായത്. എല്ലാത്തിനും ഒരു പരിധിയും പരിമിതിയൊക്കെ ഇല്ലേ രാജാറാം സാർ? ആ പരിമിതിക്കും പരിധിക്കും ഉള്ളിൽ നിന്ന് ശ്രീലക്ഷ്മി ഇനിയും വ്യതിചലിച്ചു പോയാ ഇപ്പൊ സ്നേഹമുള്ളവർക്ക് കൂടി നാളെ ശ്രീലക്ഷ്മി ഒരു ബാധ്യതയായെന്ന് വരും, ഗായത്രി അമ്മയ്ക്ക് അടക്കം. പിന്നെ എന്റെ ഇപ്പോഴത്തെ ബോസ് രേഖ എന്ന് പറയുന്ന രേഖ മാഡം ശ്രീലക്ഷ്മിയെ ഏതെല്ലാം വിധേന ദ്രോഹിക്കാൻ പറ്റുമോ, എവിടെയൊക്കെ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ പറ്റുമോ, അവിടെയൊക്കെ അവളുടെ അദൃശ്യ സാന്നിധ്യം ഉണ്ടാവും. പിന്നെ ഇതൊന്നും പോരാത്തതിന് GD എന്ന ഒരു ശത്രു വേറെ. ശ്രീലക്ഷ്മിയുടെ ഈ പോക്കിൽ അപാകതകൾ ഒരുപാടുണ്ട്. അതിനി ശ്രീലക്ഷ്മി മനസ്സിലാക്കിയില്ല എങ്കിൽ പണി ചോദിച്ചു വാങ്ങുന്ന പോലെ ആവും അത്. അതിന്റെ എല്ലാം ഫിനിഷിംഗ് പോയിന്റ് എന്ന് പറയുന്നത് രവി സാർ ആവും. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം സാർ തകർച്ചയിലേക്ക് പോയെന്ന് വരും. സാന്ദ്ര മേഡത്തിന് രവി സാറിനെ കുറിച്ച് അറിയാത്തതുകൊണ്ട്. രവി സാറും രാജനന്ദിനിയും ജീവിച്ചത് എങ്ങനെയാണെന്ന് അറിയാത്തതും മേഡത്തിന്റെ ഈ സംശയത്തിന് കാരണമാണ്. രാജനന്ദിനി മരിക്കുമ്പോ സാന്ദ്ര മേഡത്തിനേക്കാൾ പ്രായം കുറവായിരുന്നു രവി സാറിന്. ഒരു ചെറുപ്പക്കാരൻ വഴിതെറ്റി പോകേണ്ടിയിരുന്ന എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു തരി ചലിച്ചിട്ടില്ല രവി. തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടില്ല. ആഗ്രഹങ്ങൾ പോലെ എങ്ങനെ വേണേലും ജീവിക്കാമായിരുന്നിട്ടും രാജനന്ദിനിയുടെ മരണത്തിനു ശേഷം 20 വർഷങ്ങൾക്കിപ്പുറം ശ്രീലക്ഷ്മിയെ കണ്ടതിന് ശേഷമാണ് രവി ജീവിക്കുന്നു എന്നെനിക്ക് തോന്നി തുടങ്ങിയത്. അങ്ങനെ പറയാൻ 100 ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് രവിയുടെ ജീവിതത്തിൽ. സാന്ദ്ര മേഡം പേടിക്കുന്നത് പോലെ രവി സാറിനൊന്നും ഉണ്ടാവില്ല. ശ്രീലക്ഷ്മിയെ രവി തിരികെ കൊണ്ടുവരും. ആഞ്ഞടിച്ച കാറ്റിൽ കട പുഴകിയിട്ടില്ല.
പിന്നെയല്ലേ ഇളം കാറ്റില്. സാന്ദ്ര മേഡം, കഥയില്ലാത്തവർക്ക് ചുറ്റും ഒരുപാട് കഥകൾ പരക്കും. അതിൽ ചില കഥകളൊക്കെ ഓർമ്മകളും മറ്റു ചിലത് ഓർമ്മപ്പെടുത്തലുമായിരിക്കും. അത് തിരിച്ചറിയാനുള്ള കഴിവ് രവി സാറിന് ധാരാളമായിട്ടുണ്ട്. അപ്പോ ഞാൻ കഥ ഉണ്ടാക്കിയതാണെന്നാണോ രാജാറാം സാർ പറഞ്ഞു വരുന്നത്? സാന്ദ്ര മേഡം, കഥയായാലും കാര്യമായാലും രവിചന്ദ്രവർമ്മന്റെ വിഷയത്തിൽ എനിക്കൊരു പേടിയുമില്ല. എനിക്കൊരു തിരക്കുണ്ട്, പോട്ടെ. ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഈശ്വരമ്മ, ഈശ്വരമ്മേ, അമ്മേ ദേവി, എത്ര കാലം ഈശ്വരമ്മയെ കണ്ടിട്ട്. ഞങ്ങൾ ഇത്ര ദൂരെ ആയതുകൊണ്ട് കാണാൻ പറ്റില്ലെന്നാ കരുതിയത്. പറയേണ്ട കാര്യങ്ങൾ പറയുകയും അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്യുക എന്നതാണ് ഈശ്വരൻ എന്നെ ഏൽപ്പിച്ച പല ദൗത്യങ്ങളിൽ ഒന്ന്. ഞാനിന്ന് ഇവിടെ വരണമെന്നുള്ളതും സരോജത്തെ കാണണമെന്നുള്ളതും അതുപോലെ ഒരു ദൗത്യം. എന്നാലും ഇത്രയും ദൂരം ഇവിടെ വന്ന് എന്നെ കാണണമെങ്കിൽ ഈശ്വരമ്മയ്ക്ക് വലിയ കാര്യങ്ങളിൽ എന്തോ ഒന്ന് എന്നെ ധരിപ്പിക്കാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പണ്ടുണ്ടായിരുന്ന സങ്കടങ്ങളും ആവലാതികളെല്ലാം മാറി വരുന്ന സമയം ഇതെന്ന് എനിക്ക് തോന്നുന്നു ഈശ്വര്യമ്മേ. മോളുടെ ജീവിതത്തിലും ഇപ്പൊ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അത് വിശ്വാസം. ഇപ്പോൾ പ്രശ്നങ്ങളൊന്നും കൺമുന്നിലില്ല എന്ന് വേണം പറയാൻ. പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യജീവിതം ജഡത്തിന് സമം. മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും ആവലാതികളില്ലാത്ത മാതാപിതാക്കൾ ചുരുക്കം. ഏകമകളിൽ തുടങ്ങിയ പരീക്ഷണങ്ങളെല്ലാം അവസാനിച്ചെന്ന് കരുതേണ്ട സരോജം. അഷ്ടമികൾ ആവർത്തിക്കപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഇനി മുതൽ ഒഴിഞ്ഞു നിൽക്കും. മകളുടെ വിവാഹത്തോടെയാണ് ആ ഒരാൾ ശത്രുവാകുന്നത്. ഈശ്വരനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഈശ്വരൻ കൽപ്പിച്ച വരം, ആ ശത്രുവിന്റെ പക നടപ്പാക്കുന്നതിനുള്ള അനുവാദം. പ്രാർത്ഥനയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് സരോജം. എന്തു ചെയ്യാനും അത് നല്ല പ്രവൃത്തിയാണെങ്കിലും അല്ലെങ്കിലും പ്രാർത്ഥിക്കുന്നത് മനസ്സ് നേറിയാണെങ്കിൽ അതാവും സർവേശ്വരൻ ആദ്യം കേൾക്കുക. അതിൽ നിന്നും മോചനത്തിന് അതിനുമപ്പുറമായി സ്വയം പ്രാർത്ഥിക്കുക, സ്വയം സമർപ്പിക്കുക. അതുമാത്രമാണ് നമ്മളെ കൊണ്ട് ചെയ്യാനാവുന്നത്. ഭർതൃഗൃഹത്തിലുള്ള ശത്രുത ഒരു പരിധിവരെ ഈശ്വരൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. നിന്റെ മകളുടെ യാത്ര ഇതുവരെ നേരിട്ട് കാണുകയോ അറിയാത്തതോ ആയ ആളുകളുടെ പുറകെയാണ്. ആ അന്വേഷണത്തിൽ അവൾ കണ്ടെത്തേണ്ട തെളിവുകൾ ഇതിനകം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിന്റെ മകൾ തേടുന്നത് ആരെയാണോ അവർ നിന്റെ മകളെയും തേടുന്നുണ്ട്. കരുത്തും തന്റെ ഇടവും ആവോളമുണ്ട് ആ ശത്രുവിന്. ഒരു കണ്ണുകൊണ്ട് പകയും മറു കണ്ണുകൊണ്ട് കരുണയും കാണിച്ച് ആരുമറിയാതെ ആ ശത്രു ഈ നാട്ടിൽ നിലയുറപ്പിക്കും. നിലമൊരുങ്ങിക്കഴിഞ്ഞു. ഇനി എഴുന്നള്ളത്താണ്. സർവനിഗ്രഹമാണ് ആഗമനോദ്ദേശം. തടുക്കാനാവാത്ത നിമിത്തങ്ങളെ സന്ദർഭോചിതമായി നേരിടണം സരോജം. നിഗ്രഹിക്കാനുള്ള വരം കൊടുക്കുന്നതും രക്ഷിക്കാനുള്ള പരിഹാരോപായവും അന്നപൂർണേശ്വരിയിലായതുകൊണ്ട് പ്രാർത്ഥിക്കുക. രക്ഷാമാർഗം
അവിടുന്ന് കാണിച്ചു തരും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി. താങ്ക് യു മാഡം. ശ്രീലക്ഷ്മി, തന്റെ വർക്കൊക്കെ കഴിഞ്ഞോ? ഏകദേശം പൂർത്തിയാവാറായി സർ. ഉടനെ കഴിയുന്ന പ്രതീക്ഷിക്കുന്നത്. തനിക്കെന്തോ ഒരു മാറ്റം? എന്ത് മാറ്റം സർ? അല്ല, കുറച്ചു മുമ്പ് ഞാൻ തന്നെ കണ്ടപ്പോ താനെന്തോ ടെൻഷനിലായിരുന്നു. ഇപ്പതേ താൻ വളരെ സന്തോഷത്തിലായിരിക്കുന്നു. അതോ എനിക്കിനി അങ്ങനെ തോന്നുന്നതാണോ? തോന്നലല്ല സർ, ശരിയാ. ഇപ്പൊ ഞാൻ വളരെ സന്തോഷത്തിലാ. മനസ്സ് നിറഞ്ഞുള്ള സന്തോഷം. എന്റെ അമ്മേ, ഇതൊന്ന് കേൾക്കാൻ ഞാൻ എത്ര ദിവസങ്ങളായിട്ട് കാത്തിരിക്കുക. ഈ മനസ്സ് നിറഞ്ഞുള്ള തന്റെ സന്തോഷം കാണാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഈ ഞാനും. സാറിന്റെ ഇഷ്ടം ഒരു പരിധിവരെ പരിഗണിച്ചുകൊണ്ടാ ഞാനും വേറെ ഒന്നിനെ കുറിച്ചും ആലോചിക്കാത്ത. അത് നന്നായി ശ്രീലക്ഷ്മി. മറക്കേണ്ടത് മറന്നു തുടങ്ങിയാൽ തന്നെ പകുതി നമ്മൾ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഇനിയൊരിക്കലും ഈ മുഖത്ത് സന്തോഷത്തിന് മങ്ങലേൽക്കരുത്. അത് താൻ തന്നെ വിചാരിച്ചാലേ നടക്കൂ. താൻ ഒരു കാര്യം ചെയ്യ്, വീട് വരെ ഒന്ന് പോയിട്ടോ. ഞാൻ ഡ്രൈവറിനോട് പറയാം. സർ, വീട്ടിലേക്ക് പോവാം. പക്ഷേ പോകുന്നതിന് മുൻപ് എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇരുന്ന് സംസാരിക്കാം. തായിരിക്കും. പറയൂ ശ്രീലക്ഷ്മി, എന്താ തനിക്ക് പറയാനുള്ളത്? എന്തായാലും കേൾക്കാൻ ഞാൻ റെഡിയാ. അത് സർ, ഈ ഇടയായിട്ട് നടന്ന കുറെ ഇൻസിഡൻസ് കാരണം നമ്മളുടെ രണ്ടാളുടെയും മൈൻഡ് അപ്സെറ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പൊ എല്ലാം ഓക്കെ അല്ലേ? അതെ, ശ്രീലക്ഷ്മി ഓക്കെ ആയതുകൊണ്ട് ഞാൻ ശ്രീലക്ഷ്മി വെയിറ്റ്. ശ്രീലക്ഷ്മി, തനിക്ക് അവിടെ പോയാൽ സന്തോഷവും ആശ്വാസവും കിട്ടുമെങ്കിൽ താൻ പോകാൻ റെഡി ആയിക്കോ. നാളെ തന്നെ. സത്യമാണോ സർ? തന്റെ മുഖത്തെ ഈ സന്തോഷത്തേക്കാൾ വലുതായിട്ട് എനിക്ക് മറ്റൊന്നുമില്ല ശ്രീലക്ഷ്മി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാനിപ്പോ വരാം സർ, ഒരു മിനിറ്റ്. യാത്രകൾ എപ്പോഴും ഓർമ്മകളാവണം. പക്ഷേ ഈ യാത്ര ഓർമ്മകൾ പുതുക്കാനുള്ള പലതുമാണ് എനിക്ക് സമ്മാനിക്കാൻ പോകുന്നത് എന്ന വ്യക്തമായ തിരിച്ചറിവോടെ തന്നെ ഞാൻ ശ്രീലക്ഷ്മിയോടൊപ്പം യാത്ര തിരിക്കുകയാണ്. എൻ്റെ ആശങ്കകളും സംശയങ്ങളും അമ്മയും വേറെ ആരെയും അറിയിക്കാതിരിക്കുന്നതാണ് നല്ലത്. അമ്മ ചിലപ്പോൾ മറന്നു തുടങ്ങിയ കാര്യങ്ങളാവും ഇത്. എങ്കിലും അത് കാര്യമാക്കാതെ വേണം അമ്മയോട് ഈ കാര്യം അവതരിപ്പിക്കാൻ. ബിക്കോസ് ഐ ഡോണ്ട് ഹാവ് എനി അതർ വേ. എന്താ ഇത്? താൻ എന്താ ഈ കാണിക്കുന്നത്? എന്താ എന്തു പറ്റി? എനിക്ക് സാറിനോട് അല്പം സംസാരിക്കാനുണ്ട്. അതിന് ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഒരു വഴിയില്ലാത്തതുകൊണ്ടാ ഇങ്ങനൊരു കടുങ്കൈ ചെയ്തത്. സോറി സാർ. സാൻഡ്രയ്ക്ക് എന്ത് സംസാരിക്കാനുണ്ടെങ്കിലും എന്റെ ക്യാബിലേക്ക് വരൂ. കമോൺ. എന്താ സാൻഡ്ര? എനിക്ക് സാറിനോട് പറയാനുള്ളത് ഒഫീഷ്യൽ കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇവിടെ വെച്ച് എനിക്ക് സംസാരിക്കണം. ശരി, എന്താ പറയാനുള്ളത്? പറയാനല്ല, ചോദിക്കാനാ ഉള്ളത്. എന്ത്? ഇന്നലെ രാത്രി സാറിനെയും കാത്ത് ഞാൻ എന്റെ വീട്ടിൽ എത്ര നേരം ഞാൻ വെയിറ്റ് ചെയ്തെന്നറിയോ? സാർ എന്താ വരാതിരുന്നത്? ഓ, അതാണോ? ഞാൻ കുറച്ച് തിരക്കായി പോയി സാൻഡ്ര. ഞാൻ രാജാറാമിനെ പറഞ്ഞേൽപ്പിച്ചു വിട്ടായിരുന്നല്ലോ, ഒരു ഗിഫ്റ്റും കൊടുത്തു വിട്ടായിരുന്നു. എനിക്ക് കാണേണ്ടതും ഞാൻ കാത്തിരുന്നതും രാജാറാം സാറിനെ അല്ല. എനിക്ക് ഗിഫ്റ്റ് കൊണ്ടുവരേണ്ടതും രാജാറാം സാർ അല്ല. എനിക്ക് ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ആരാണോ ഉള്ളത്, അദ്ദേഹത്തെയാണ് ഞാൻ കാത്തിരുന്നത്. മാഡം ഇപ്പൊ എന്നോട് സംസാരിച്ചത് എന്നോടുള്ള ഇഷ്ടക്കൂടുതലാണെന്ന് എനിക്കറിയാം.
ഈ ഓഫീസിൽ കാലുകുത്തിയ ദിവസം മുതൽ ദാ ഈ നിമിഷം വരെ എന്നെ നല്ല പോലെ അറിയാമെന്ന ആളെന്ന രീതിയിലും മാഡത്തിനോടുള്ള കടപ്പാട് കൊണ്ടും മാത്രം ഞാനൊരു സത്യം പറയാം. ശ്രീലക്ഷ്മി ഒരിക്കലും സാന്ദ്ര മാഡത്തിനോട് കള്ളം പറയില്ല. ശ്രീലക്ഷ്മിക്ക് നിങ്ങളാരും കരുതുന്ന പോലെ ഒരു അസുഖവും ഇല്ല. ചില കാര്യങ്ങൾ ഒഴികെ മറ്റെല്ലാം ബോധപൂർവം തന്നെ ഞാൻ ചെയ്യുന്നതാ. എല്ലാം എല്ലാവരും അറിയുന്നത് വരെ മൗനം മാത്രം എന്റെ മറുപടി. മുതലാളിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടേക്ക് വരാലോ. ഇനി ആ നാട്ടിലൊരു ജോലിക്കൊന്നും വയ്യ മുതലാളി. അല്ല, അത് പറയേണ്ട കാര്യമുണ്ടോ? എന്താവശ്യമുണ്ടെങ്കിലും ഞാൻ വിളിച്ചോളാം. ശരി മുതലാളി. ആ സരോജം, സഹദേവ മുതലാളിയെ വിളിച്ചത്. എന്താവശ്യമുണ്ടെങ്കിലും വിളിച്ചോളാം പറഞ്ഞു മുതലാളി. ബെസ്റ്റ്. മോളുടെ കല്യാണത്തിന് കാശ് കടം തരാന്ന് പറഞ്ഞിട്ട് അവസാനം കൈമലർത്തിയ ആളല്ലേ നിങ്ങളുടെ മുതലാളി. നമ്മൾ ഈ വാടക വീട്ടിൽ താമസിക്കാൻ ഒരു തരത്തിൽ ഉത്തരവാദി അയാളും കൂടിയാ. നമ്മുടെ സമയദോഷത്തിന്റെ മുതലാളിയെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? എടേ, നമുക്ക് വിധിച്ചതായിരുന്നെങ്കിൽ അന്ന് ആ കാശ് നമുക്ക് തന്നെ കിട്ടുമായിരുന്നു. ആ, അതെന്തെങ്കിലും ആവട്ടെ. നിങ്ങൾ മോളെ ഒന്ന് വിളിച്ചു നോക്കിയേ. ഓഫീസിൽ എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാ പോയത്. സമയം സന്ധ്യ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നില്ലല്ലോ. അതിന് നീ എന്തിനാ പേടിക്കുന്നത്? പഴയ പോലൊരു സ്റ്റാഫ് അല്ലല്ലോ അവളിപ്പോ. ആ വലിയ ഓഫീസിന്റെ ഓണറല്ലേ. കൂടാതെ അവളുടെ ഭർത്താവും ഒപ്പം ഉണ്ടാകും. പിന്നെ നീ എന്തിനാ സരോജം പേടിക്കുന്നേ? പേടിയല്ല ശ്രീടച്ച. അല്ല മോളെ, ഇവിടെ ഇത്ര അമ്പലമുള്ളപ്പോ അത്രയും ദൂരം ആ ക്ഷേത്രത്തിൽ പോകുന്ന എന്തിനാ? അതമ്മേ, അവിടെ ഒരു നേർച്ചയുണ്ടായിരുന്നു. എന്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു തന്ന സ്ഥലം അത്. അവിടെ നേർച്ച നടത്തിയ അത് ഫലിക്കുന്ന അവള് പറഞ്ഞത്. നേർച്ചയോ? എന്ത് നേർച്ച? എന്റെ പൊന്നു സരോജം, ഇനി ഓരോ മണ്ടത്തരം ചോദിക്കാതെ. ഭാര്യയും ഭർത്താവും വിവാഹത്തിന് ശേഷം ഒരുമിച്ച് നേർച്ച ചെയ്യാൻ പോകുന്ന എന്തിനാ? എന്തിനാ? എടി, ആരോഗ്യമുള്ള ഒരു മോനെയോ മോളയോ തരാൻ. ഇപ്പൊ മനസ്സിലായ? അതായത് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയുള്ള ഒരു നേർച്ച അല്ലേ മോളെ? എന്റെ ഈ യാത്ര ജനിക്കാൻ പോകുന്നവർക്ക് വേണ്ടിയിട്ടല്ല അച്ഛ, മരിച്ചയാൾക്ക് വേണ്ടിയിട്ടാ. രാജനന്ദിനിക്ക് വേണ്ടിയിട്ട്. എന്റെ യാത്രാമധ്യേ വന്ന അതിഥിയെ തേടിയാണ് എന്റെ ഈ യാത്ര. ജനനവും മരണവും തീരുമാനിക്കുന്ന ആ ദേവീ നടയിൽ ഉണ്ടാവണം ഞാൻ തിരയുന്ന ആ ഒരു മുഖം. എന്താ മോളെ ആലോചിക്കുന്നത്? മോളൊന്നും ഓർത്ത് വിഷമിക്കണ്ട. മോളുടെ നേർച്ച ഫലിക്കാനേ അച്ഛനും അമ്മയും പ്രാർത്ഥിക്കാം. ഒക്കെ നടക്കും. അപ്പോ മോള് നാളെ പോവാണല്ലേ? പോയിട്ട് ഇങ്ങോട്ട് തിരികെ വരുമോ അതോ? അറിയില്ല അച്ഛ. അവിടെ ചെന്നിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ഞാൻ ചിലപ്പോഴും ഇങ്ങോട്ടേക്ക് വരൂ. സത്യം പറഞ്ഞാൽ ഒരച്ഛനെന്ന നിലയിൽ പറയാൻ പാടില്ലാത്തതാണ്. എങ്കിലും മോള് ഇവിടെ വന്നു നിന്ന ദിവസങ്ങളിലാ ഞങ്ങൾ ശരിക്കും ജീവിച്ചത്. നിന്റെ അമ്മയുടെ കണ്ണൊന്ന് തോർന്നു കണ്ടത്. അത് മദർ ഇൻ ലോയ്ക്ക് ശ്രീലക്ഷ്മിയുടെ ഉദ്ദേശം മനസ്സിലാവാത്തതുകൊണ്ടാ. നിങ്ങൾക്കെല്ലാവർക്കും അവളോടുള്ള സ്നേഹം അവള് മുതലെടുക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിന്റെ ആദ്യത്തെ സ്റ്റെപ്പാ ഈ ടൂർ പ്രോഗ്രാം. എന്ത് സ്റ്റെപ്പ്? താൻ എന്താ രേഖ, സിഐഡി കളിക്കുകയാണോ? തന്റെ മനസ്സിൽ എന്തൊക്കെയോ ഊഹാപോഹങ്ങളുണ്ട്. അതൊക്കെ അമ്മയുടെ മുന്നിൽ തനിക്ക് അവതരിപ്പിക്കണം. അതിനല്ലേ താനിങ്ങനെ വളഞ്ഞു 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 പറഞ്ഞ് ബുദ്ധിമുട്ടുന്നത്? എനിക്കൊന്നും വളച്ചു കേട്ടേണ്ട കാര്യമില്ല രഘു. തെളിച്ചു പറയാം. മദർ ഇൻ ലോ, ശ്രീലക്ഷ്മിയുടെ ഈ ടൂറ് തന്നെ ബ്രദർ ഇൻ ലോയെ കൊണ്ട് ചിലത് നേടിയെടുത്ത് ബ്രദർ ഇൻ ലോയുടെ മനസ്സ് മാറ്റാനാ. ഓ, ഭയങ്കര കണ്ടുപിടുത്തമായി പോയി. സമ്മതിച്ചു രേഖ, യു ആർ ബ്രില്യന്റ്. അമ്മേ, അമ്മ റൂമിൽ പോയി റെസ്റ്റ് എടുത്തോളൂ.
രേഖ ഇവിടെ തനിച്ച് നിന്ന് സംസാരിക്കട്ടെ, വെറുതെ സമയം കളയാനായിട്ട്. ഇപ്പൊ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കില്ല. പക്ഷെ കണ്ടോ, നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പ രഘുവിന്റെ മുഖത്ത് ഈ പരിഹാസമൊന്നും കാണില്ല. നിങ്ങൾ രണ്ടാളും അപ്പ വിഷമിക്കാതിരിക്കാൻ ഞാൻ എന്തായാലും അത് നേരത്തെ പറഞ്ഞേക്കാം. ശ്രീലക്ഷ്മിയും ബ്രദർ ഇൻ ലോയും താമസം മാറാൻ പോവാ വേറെ വീട്ടിലേക്ക്. അത് ഉടനെ. ഇത് താൻ ഓഫീസിൽ ആരെങ്കിലും പറയുന്നത് കേട്ടതാണോ? അതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? എന്തായാലും നിങ്ങളൊന്ന് പ്രിപ്പയർഡ് ആയിട്ടിരുന്നോ. പെട്ടെന്ന് ബ്രദർ ഇൻ ലോ ഈ കാര്യം അവതരിപ്പിക്കുള്ളുണ്ടാവുന്ന ഷോക്ക് ഒഴിവാക്കാലോ. ടൂറിന്റെ പേര് പറഞ്ഞ് പുതിയ വില്ല വാങ്ങാൻ പോവാ രണ്ടാളും. ശ്രീലക്ഷ്മിയല്ലേ ആള്, ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും. ഇവിടെ നിന്ന് പോവേണ്ടി വന്നതിന്റെ ദേഷ്യം അവൾക്ക്. രേഖ, അവര് രണ്ടാളും എവിടേക്കെങ്കിലും യാത്ര പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പോകട്ടെ. ആവശ്യമില്ലാത്തതും രേഖയ്ക്ക് ഉറപ്പില്ലാത്തതുമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് അവരുടെ യാത്ര മുടക്കാന്ന് രേഖ വിചാരിക്കണ്ട. അമ്മേ, ചേട്ടായി വന്നല്ലോ. മോനെ രവി, ശ്രീലക്ഷ്മിയും കൂട്ടി നീ എങ്ങോട്ടോ യാത്ര പോവാണെന്ന് ഞാൻ അറിഞ്ഞു. ശരിയാണോ? അതന്നെ, അവരും അമ്മയോട് ഫോൺ ചെയ്ത് പറയണമെന്ന് ഞാൻ. ആദ്യം താൻ കാര്യം പറ. പറയാം മാഡം. കോളനിയുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ കണക്കിലെടുത്ത് അത് വൃത്തിയാക്കാനും എല്ലാ വീട്ടിലും പൈപ്പ് കണക്ഷൻ നിർബന്ധമായും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർക്കൊരു നിവേദനം കൊടുക്കാൻ ഞാൻ ആദ്യം ഒരു കമ്മിറ്റി രൂപീകരിച്ചു. നിവേദനം കൊടുക്കാനെന്ന് പറഞ്ഞ് ഒരു വെള്ള പേപ്പറിൽ ഞാൻ മുൻകൈയെടുത്ത് എല്ലാവരുടെയും ഒപ്പുശേഖരണവും നടത്തി. ആ വെള്ള പേപ്പറിൽ താൻ മാറ്റർ എഴുതിച്ചു. അവര് താമസിക്കുന്ന കോളനി ആ കമ്പനിക്ക് തീരെഴുതി കൊടുത്തതായിട്ട് അല്ലേ? അയ്യോ, മാഡത്തിന് ഇതൊക്കെ എങ്ങനെ മനസ്സിലായി? മനസ്സിലാക്കാതിരിക്കാൻ മാത്രം ഞാൻ നീരേറ്റ് കോളനിയിലെ അന്തേവാസിയല്ല. താൻ പറഞ്ഞതൊക്കെ വെള്ളം തൊടാതെ വിശ്വസിച്ച ആ പാവങ്ങളൊക്കെ കിടപ്പാടവും പോയി തെരുവിൽ അലയുമ്പോ ഇതെല്ലാം ചെയ്തിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, അല്ലേടോ? അതല്ല മാഡം, കുറെ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോ. എന്നിട്ട് എത്ര കിട്ടി? ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു എമൗണ്ട് തരാമെന്നാ പറഞ്ഞത്, അതും കോളനി പൊളിക്കാൻ നേരത്ത്. അല്ല, മാഡം ഇതൊക്കെ അന്വേഷിക്കുന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല. പറയാം. ആദ്യം നീരേറ്റ് കോളനിയിലെ ആ സുദർശനൻ വീട് ഭൂമിയിൽ പതിഞ്ഞ് മണ്ണടിയട്ടെ. അതുകൊണ്ട് തന്നെ തന്നോളം എനിക്കും ഈ വീടും പരിസരവും ഇങ്ങനൊരു അവസ്ഥയിൽ കാണാൻ ബുദ്ധിമുട്ടുണ്ട് ശ്രീലക്ഷ്മി. സത്യമായിട്ടും ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ല. എന്നോടാരും പറഞ്ഞുമില്ല. അമ്മയും അച്ഛനും ഇല്ലെങ്കിലും ഒരാശ്വാസത്തിന് ഓടി വരാൻ പറ്റുന്നൊരിടം. ശ്രീലക്ഷ്മി എന്നെ ഞാനാക്കിയ സ്ഥലം. നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനൊരവസ്ഥയിലെത്താതെ നമുക്ക് നോക്കാമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. താൻ വിഷമിക്കണ്ടോ, തന്നെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നേ. സാൻഡ്ര മാഡം, മാഡം പോയോ? ഇവിടെയുണ്ട്. അല്ല, കുറെ നേരമായി മാഡം ഒന്നും മിണ്ടുന്നില്ലല്ലോ. വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു.
കുറച്ച് കാര്യങ്ങളുണ്ട്. അത് തന്നോട് പറയണോ വേണ്ടയോ എന്ന് ആലോചിക്കുകയായിരുന്നു. എന്ത് കാര്യമാണ് മാഡം? എന്തായാലും മാഡത്തിന് എന്നോട് പറയാം. വിശ്വാസമല്ലേ വലുത്. വിശ്വാസം എന്നെ ഇല്ലാതാക്കാൻ വന്നതാണെന്ന് വ്യക്തം. വാതിൽ തുറക്കാൻ പറഞ്ഞത്. പിടിക്കണവളെ.